കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് പിൻവലിയുന്നവർ മാതൃകയാക്കേണ്ട ഒരു കർഷകനുണ്ട്. പുനലൂർ വെഞ്ചേമ്പ് സ്വദേശി രവീന്ദ്രൻ കൊച്ചയ്യത്ത്. സമ്മിശ്ര കൃഷിയിലൂടെ ലക്ഷങ്ങളാണ് ഓരോ മാസവും ഈ 66കാരൻ സമ്പാദിക്കുന്നത്. പശുവും വരാലും തേനീച്ചയും വരെ രവീന്ദ്രൻ്റെ കൃഷിഭൂമിയിലെ വരുമാന മാർഗങ്ങളാണ്. പുലർച്ചെ 3 മണിക്ക് രവീന്ദ്രൻ തൊഴുത്തിലെത്തും. 8 പശുക്കളെയും പോത്തിനെയും എരുമയെയും എല്ലാം പരിപാലിക്കും. സൂര്യൻ ഉദിച്ചാൽ പിന്നെ അരയും തലയും മുറുക്കി നേരെ വയലിലേക്ക്. 2.5 ഏക്കറോളം വരുന്ന കൃഷിയിടം. അതിൽ 700-ൽ പരം വാഴകൾ, ഹൈബ്രിഡ് തെങ്ങുകൾ 150, വെറൈറ്റി പ്ലാവുകൾ 50-ലധികം വരും. പലയിനം കുരുമുളക് തൈകൾ വേറെ, 12 മീൻകുളങ്ങൾ, അതിനു ചുറ്റും ജാതി മരങ്ങൾ. പശുക്കൾക്കുള്ള പുല്ലും കൃഷിയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. കൃഷിക്കിടെ ഒരു രസത്തിന് തുടങ്ങിയതാണ് മത്സ്യകൃഷി. സഹായിയായി ഭാര്യ ശൈലജയും ഒപ്പമുണ്ട്. ഇവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം കൃഷിയായിരുന്നു. അപ്പോൾ എനിക്ക് കൃഷി ചെയ്യുന്നത് താല്പര്യമായിരുന്നു. പഠിത്തത്തിനൊക്കെ മോശമായിരുന്നു. അപ്പം കൃഷി ചെയ്യാമെന്ന് വെച്ച് പിന്നെ പശുവിൻ്റെ പരിപാടിയാണ് കാര്യമായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പം പിന്നെ മത്സ്യത്തിലോട്ട് തുടങ്ങി. അപ്പോൾ അത് ലാഭകരമായിട്ട് വന്നു. അപ്പം പിന്നെ മത്സ്യം ഇത്തിരി വിപുലമായിട്ട് തുടങ്ങി. അല്ല, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് കൃഷി വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കൃഷിഭവനിൽ നിന്നും മറ്റ് സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് ഈ സബ്സിഡിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അതെല്ലാം മേക്കപ്പ് ചെയ്യാൻ എല്ലാം മത്സ്യത്തിനും കിട്ടുന്നുണ്ട്, മറ്റുള്ള കൃഷിക്കെല്ലാം സബ്സിഡി ഇത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമല്ലോ. കൃഷിക്ക് കാവലിനാണ് നായ്ക്കളെ വളർത്തിയത്. ഇന്ന് അതും ഒരു വരുമാന മാർഗമാണ്. വിദേശ ഇനങ്ങൾ മുതൽ രാജപാളയവും നാടനും വരെ കൂട്ടിൽ. അമ്മ മീനാക്ഷിയിൽ നിന്ന് കൃഷിയിൽ തൽപരനായി. പിന്നീടത് ജീവിത മാർഗമാക്കി. നിരവധി അംഗീകാരങ്ങളും രവീന്ദ്രനെ തേടി എത്തിയിട്ടുണ്ട്. കരവാളൂർ കൃഷിഭവൻ പരിധിയിലെ ഒരു മികച്ച കർഷകനാണ് ശ്രീ രവീന്ദ്രൻ കൊച്ചയ്യത്ത്. മികച്ച സമ്മിശ്ര കർഷകൻ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്ത് നമുക്ക് എല്ലാത്തരം കൃഷികളും, ഇപ്പം മത്സ്യകൃഷിയാകട്ടെ, പശു വളർത്തലാകട്ടെ, അതുപോലെ തന്നെ പിന്നെ ഫലവൃക്ഷങ്ങളാകട്ടെ, എല്ലാത്തരം ഫലവൃക്ഷങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലത്ത് വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കഴിയുന്ന സഹായങ്ങളും സബ്സിഡികളൊക്കെ അദ്ദേഹത്തിന് നമ്മൾ കൃത്യമായിട്ട് നൽകാറുണ്ട്. അതുപോലെ ഫിഷറീസ് വകുപ്പിൻ്റെ സഹായങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വളരെ മികച്ച ഒരു കർഷകനാണ് ശ്രീ രവീന്ദ്രൻ കൊച്ചയ്യത്ത് എന്ന് തന്നെ പറയാം. രവീന്ദ്രന്റെ കൃഷിയിടം നേരിൽ കണ്ടു പഠിക്കാൻ നിരവധി പേരാണ് ഇന്ന് ഇവിടേക്ക് എത്തുന്നത്. ഒരു തുണ്ടു ഭൂമി പോലും തരിശിടാതെ അതിനൂതന കാർഷിക രീതികളെ സമന്വയിപ്പിച്ച ഈ പരമ്പരാഗത കർഷകൻ തൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്നത് 100 മേനിയാണ്. അതെ, ഇവിടം സ്വർഗമാണ്.